തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് തന്നെ നടത്തും. വിമാനം തിരികെ കൊണ്ടുപോകാനായി ഇന്ത്യയുടെ സഹകരണത്തിന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ നന്ദി പറഞ്ഞു. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് ചേർന്നു. മനീഷ്, നിലച്ചിരിക്കാതെ അതിഥിയായി എത്തിയതാണ്, പിന്നീട് ഒരുപാട് പരസ്യങ്ങൾ കഥാപാത്രമായി. പെട്ടെന്ന് തന്നെ തിരികെ പോകുമോ നമ്മുടെ F-35? ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവരുടെ രാജ്യത്തു നിന്നുള്ള വിദഗ്ധ സംഘം ടെക്നീഷ്യന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് ആദ്യഘട്ട പരിശോധന നടത്തിയ ശേഷമായിരിക്കും അത് പിന്നീട് ഹാങ്ങറിലേക്ക്, അതായത് വിമാനത്താവളത്തിലെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഹാങ്ങറിലേക്ക് മാറ്റണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആദ്യഘട്ട പ്രാരംഭ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. എന്താണ് ഇന്ത്യയുടെ പൂർണ്ണ സഹകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ്റെ ഒരു കുറിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം പിന്നീട് ഹാങ്ങറിലേക്ക് മാറ്റിയിട്ടും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ മാത്രമായിരിക്കും പിന്നീട് ഒരു ചരക്ക് വിമാനം കൊണ്ടുവന്ന ശേഷം, അതായത് C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന വലിയ വിമാനം കൊണ്ടുവന്ന ശേഷം അതിലേക്ക് ഇത് എയർലിഫ്റ്റ് ചെയ്യുകയുള്ളൂ. പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം എത്തിയ വിദഗ്ധ സംഘം, അതായത് ഈ അമേരിക്കൻ നിർമ്മാണ കമ്പനിയിൽ നിന്ന് കൂടി ടെക്നീഷ്യന്മാർ എത്തിയത് കൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള സാങ്കേതിക പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ 2019 അമേരിക്കയിൽ ഫ്ലോറിഡയിൽ വെച്ച് ഈ രീതിയിൽ F-35B എയർലിഫ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. നിലവിൽ ഈ വ്യോമസേനയിലെ, അതായത് ബ്രിട്ടൻ്റെ വ്യോമസേനയിലെ സംഘം എത്തിയത് എയർബസ് A400M അറ്റ്ലസ് എന്ന അവരുടെ വ്യോമസേന വിമാനത്തിലാണ്. ഇന്ന് പകൽ 12:45 സംഘം എത്തിയത്. എന്താണെങ്കിൽ അവർ 2-3 ദിവസം കൂടി ഇവിടെ ഉണ്ടാകും. പ്രാരംഭ പരിശോധന നിലവിൽ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ മാസമാണ്, ജൂൺ 14-ാം തീയതിയാണ് ഇങ്ങനെ ഇന്ത്യയുടെ കേരള തീരത്ത് നിന്നും 200 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഇന്ത്യയും ഒപ്പം തന്നെ ബ്രിട്ടനുമായി നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിനിടെ പ്രതികൂല സാഹചര്യത്തിൽ തിരിച്ച് വിമാനവാഹിനി കപ്പലിലേക്ക്, അതായത് വിമാനവാഹിനി കപ്പലിൽ വെച്ചായിരുന്നു ഇത് ടേക്ക് ഓഫ് ചെയ്തത്. തിരിച്ച് ലാൻഡിംഗ് നടത്താൻ പറ്റാതെ തന്നെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന്, പക്ഷേ ഇതിന് ഇന്ധനക്ഷമത കുറഞ്ഞു. ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അനുമതിയോടുകൂടി തന്നെ ഇന്ത്യയുടെ, അതായത് തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇതിൻ്റെ ലാൻഡിംഗ് നടത്തിയത്. പക്ഷേ പിന്നീട് അത് ഹൈഡ്രോളിക് സംവിധാനത്തിലെ പിഴവ് കൂടി ഉണ്ട്. അതായത് ഇന്ധനത്തിൻ്റെ ക്ഷമത കുറവ് മാത്രമല്ല, ഹൈഡ്രോളിക് സംവിധാനത്തിലെ പിഴവ് കൂടി ഉണ്ടെന്നുള്ള ആദ്യ വിവരം പുറത്തു വരുന്നു. പിന്നീടാണ് മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട്. അങ്ങനെ 3 ആഴ്ച, ഏകദേശം 1 മാസത്തോളം ആവുകയാണ് ഈ വിമാനം ഇങ്ങനെ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടന്നിട്ട്. അങ്ങനെ ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലടക്കം വലിയ കോളിളക്കം ഉണ്ടാക്കി, വലിയ രാഷ്ട്രീയ വിവാദവും ചർച്ചയുമാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ വിദഗ്ധ സംഘവും ഈ വിമാനം നിർമ്മിച്ച കമ്പനിയിലടക്കമുള്ള ടെക്നീഷ്യന്മാരടക്കമുള്ള സംഘം നിലവിൽ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. സുഹൈൽ, ഇനി കേരളത്തിൽ പനിച്ചു കിടക്കുമ്പോൾ ആ വിമാനത്തെ ചൊല്ലി ബ്രിട്ടീഷ് പാർലമെന്റിലടക്കം ബഹളമായിരുന്നു. ഒടുക്കം അങ്ങനെ കേരളത്തിലെത്തി ദിവസങ്ങളോളം നമ്മുടെ പ്രിയപ്പെട്ടായിരുന്ന F-35 ഉടൻ തന്നെ ബ്രിട്ടനിലേക്ക് മടങ്ങാനാണ് സാധ്യത.